സുഹൃത്തുക്കളെ, കഴിഞ്ഞ 30 വർഷമായി ഇൻ്റർനെറ്റ് ഒരു അടിസ്ഥാന ധാരണയുടെ മേലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ ധാരണ എന്തായിരുന്നു? ഓരോ വെബ് പേജിൻ്റെയും മറുവശത്ത് ഒരു മനുഷ്യനുണ്ട് എന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും അന്വേഷിക്കുന്നു, വായിക്കുന്നു, വാങ്ങുന്നു, പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നു. പരസ്യ വ്യവസായം, സെർച്ച് എഞ്ചിനുകൾ, ഇ-കൊമേഴ്സ്, പ്ലാറ്റ്ഫോമുകൾ, വാർത്താമാധ്യമങ്ങൾ തുടങ്ങി മുഴുവൻ ഡിജിറ്റൽ ലോകവും ഈ ധാരണയുടെ മേലാണ് നിലകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ ധാരണ തകർന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് ട്രാഫിക് നിരീക്ഷണ സംവിധാനങ്ങളിലൊന്നായ ക്ലൗഡ്ഫ്ലെയറിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ന് വെബ്സൈറ്റിലേക്കുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഭ്യർത്ഥനകളിലും 57.5% യന്ത്രങ്ങളായ ബോട്ടുകളിൽ നിന്നാണ് വരുന്നത്. മനുഷ്യരിൽ നിന്നുള്ള ട്രാഫിക് വെറും 42.5% കുറഞ്ഞിരിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരെക്കാൾ കൂടുതൽ വെബ് അഭ്യർത്ഥനകൾ യന്ത്രങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ക്ലൗഡ്ഫ്ലെയറിൻ്റെ CEO പോലും ഈ മാറ്റം ഇത്ര വേഗത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ 2027 അവസാനത്തോടെ മാത്രമേ ഈ മാറ്റം ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പോലും കരുതിയിരുന്നത്. പക്ഷേ അത് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു. ബോട്ടുകൾ ഇന്ന് മാത്രമല്ല ഇൻ്റർനെറ്റിൽ വന്നത്. ഗൂഗിളിൻ്റെ സെർച്ച് ക്രോളറുകൾ, സ്പാം ഫിൽട്ടറുകൾ, തട്ടിപ്പ് കണ്ടെത്തൽ സംവിധാനങ്ങൾ തുടങ്ങിയവ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അവ വളരെ ലളിതമായ പ്രോഗ്രാമുകളായിരുന്നു. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കൃത്രിമ ബുദ്ധി അധിഷ്ഠിതമായ AI ഏജന്റുകളാണ്. മനുഷ്യരുടെ പകരക്കാരായി ഇൻ്റർനെറ്റിൽ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ നേരിട്ട് അന്വേഷിച്ചാൽ 5-6 വെബ്സൈറ്റുകൾ മാത്രമേ സന്ദർശിക്കൂ. എന്നാൽ ഒരു AI അസിസ്റ്റന്റിനോട് ചോദിച്ചാൽ അതിൻ്റെ ഏജന്റുകൾ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വെബ് പേജുകൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ പരിശോധിക്കാം. അതായത് ഒരു മനുഷ്യൻ്റെ ഒരൊറ്റ ഉദ്ദേശം ഇപ്പോൾ 1000 കണക്കിന് യന്ത്ര പ്രവർത്തനങ്ങളായി മാറുന്നു. ഇതുകൊണ്ടാണ് ഇന്ന് ഇൻ്റർനെറ്റ് മുമ്പത്തേക്കാൾ കൂടുതൽ തിരക്കേറിയതുപോലെ തോന്നുന്നത്. പക്ഷേ ആ തിരക്കിൻ്റെ വലിയൊരു പങ്ക് മനുഷ്യരുടേതല്ല, യന്ത്രങ്ങളുടേതാണ്. ഇവിടെയാണ് ഒരു വലിയ വിരോധാഭാസം നാം കാണുന്നത്. നമ്മൾ ChatGPT, ജെമിനി, പെർപ്ലക്സിറ്റി പോലുള്ള AI സംവിധാനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വെറും വേഗത്തിൽ ഉത്തരമല്ല ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ഇൻ്റർനെറ്റിലെ നമ്മുടെ സജീവ പങ്കാളിത്തം ഒരു യന്ത്രത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത്. നാം ചോദ്യം ചോദിക്കുന്നു, AI വായിക്കുന്നു, AI താരതമ്യം ചെയ്യുന്നു, AI വിവരങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നു, AI നിയമനം തയ്യാറാക്കുന്നു. അവസാനം നമുക്കൊരു സംഗ്രഹം മാത്രം ലഭിക്കുന്നു. അതായത് നാം നേരിട്ട് വെബിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് യന്ത്രങ്ങൾ തയ്യാറാക്കി തരുന്ന വിവരങ്ങളുടെ ഉപഭോക്താക്കളായി മാറുകയാണ്. ഇതിൻ്റെ ഫലം വളരെ ഗൗരവമുള്ളതാണ്. മുമ്പ് വെബ്സൈറ്റുകൾക്ക് മനുഷ്യരുടെ ക്ലിക്കുകൾ, തിരച്ചിലുകൾ, വായനാശീലങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഡാറ്റയുടെ വലിയൊരു ഭാഗം യന്ത്രങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ ഇൻ്റർനെറ്റ് ക്രമേണ മനുഷ്യർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനേക്കാൾ യന്ത്രങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നതിനെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ആഘാതം വരാൻ പോകുന്നത് ഗൂഗിളിനും വെബ്സൈറ്റുകൾക്കും തന്നെയാണ്. ഇന്നത്തെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ മുഴുവൻ മനുഷ്യരുടെ ശ്രദ്ധയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു പേജ് തുറക്കുന്നു, പരസ്യം കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു ഉൽപ്പന്നം വാങ്ങുന്നു, അതിലൂടെ വരുമാനമുണ്ടാക്കുന്നു. പക്ഷേ AI ഏജന്റുകൾക്ക് പരസ്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. അവർ ബാനർ പരസ്യങ്ങൾ കാണുന്നില്ല, അവ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, അവ ആകർഷകങ്ങളായ പരസ്യങ്ങൾ കണ്ട് സാധനങ്ങൾ വാങ്ങുന്നില്ല, അവ ആവശ്യമായ വിവരമെടുത്ത് അടുത്ത പേജിലേക്ക് പോകുന്നു. അതിനാൽ ഒരു വെബ്സൈറ്റിന് മുമ്പത്തേക്കാൾ കൂടുതൽ ട്രാഫിക് ലഭിച്ചാലും അതിൽ നിന്ന് കുറച്ച് വരുമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് ഡിജിറ്റൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയാണ്. ഗൂഗിളിൻ്റെ ബിസിനസ് മാതൃക പോലും മനുഷ്യർ പരസ്യങ്ങൾ കാണുകയും ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നുവെന്ന ധാരണയുടെ മേലാണ് നിലനിൽക്കുന്നത്. എന്നാൽ വെബ് ട്രാഫിക്കിൻ്റെ ഭൂരിഭാഗവും AI ഏജന്റുകളാകുമ്പോൾ ആ സാമ്പത്തിക അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതുകൊണ്ട് ഇൻ്റർനെറ്റ് മരിക്കുകയാണെന്ന് കാണേണ്ടതില്ല. മനുഷ്യർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും വീഡിയോ പ്ലാറ്റ്ഫോമിലും മെസ്സേജിംഗ് ആപ്പുകളിലും വിനോദരംഗത്ത് സജീവമാണ്. ഒരു സുഹൃത്തിനോടുള്ള സംഭാഷണം, ഒരു വീഡിയോ പങ്കുവയ്ക്കൽ, ഒരു ഓൺലൈൻ സമൂഹത്തിലെ ഇടപെടൽ, ഇവയെല്ലാം ഇപ്പോഴും മനുഷ്യരുടെ അനുഭവങ്ങളാണ്. പക്ഷേ വെബിൻ്റെ അടിസ്ഥാന ഘടനകൾ, വിവരശേഖരണം, താരതമ്യം ചെയ്യൽ, തിരച്ചിൽ, ഡാറ്റാ ശേഖരണം, ഇവ അതിവേഗം യന്ത്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി വെബ്സൈറ്റുകൾക്കും പുതിയൊരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. മുമ്പൊരു ചോദ്യം ഇതായിരുന്നു, ഒരു മനുഷ്യൻ എൻ്റെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമോ? ഇപ്പോൾ ചോദ്യം മാറിയിരിക്കുന്നു, ഒരു AI ഏജന്റ് എൻ്റെ വെബ്സൈറ്റ് വായിക്കുമോ? അതിലെ വിവരങ്ങളെ വിശ്വസിക്കുമോ? അത് ഉപയോക്താവിനോട് ശുപാർശ ചെയ്യുമോ? ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മുമ്പ് വിജയിക്കാൻ ആകർഷകമായ ഡിസൈനും വികാരങ്ങളെ സ്വാധീനിക്കുന്ന ഉള്ളടക്കവും മതിയായിരുന്നു. ഇപ്പോൾ വിജയിക്കാൻ വ്യക്തതയും കൃത്യതയും വിശ്വാസ്യതയും യന്ത്രങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഘടനയും ആവശ്യമാണ്. ഇത് ഇൻ്റർനെറ്റിൻ്റെ അവസാനമല്ല,
പക്ഷേ ഒരു ഇൻ്റർനെറ്റിൻ്റെ അവസാനവും മറ്റൊരു ഇൻ്റർനെറ്റിൻ്റെ തുടക്കവുമാണ്. മനുഷ്യകേന്ദ്രീകൃതവും പരസ്യാധിഷ്ഠിതവുമായ ആദ്യ ഇൻ്റർനെറ്റ് 30 വർഷക്കാലം ലോകത്തെ മാറ്റിമറിച്ചു. കോടിക്കണക്കിന് ആളുകളെ ബന്ധിപ്പിച്ചു, പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിച്ചു, അറിവിനെ ജനാധിപത്യവൽക്കരിച്ചു. എന്നാൽ ഇന്ന് ആ അടിസ്ഥാന ധാരണ മാറിക്കഴിഞ്ഞു. ഓരോ അഭ്യർത്ഥനയ്ക്കും പിന്നിൽ ഒരു മനുഷ്യനാണുള്ളത് എന്ന വിശ്വാസം ഇനി ശരിയല്ല. അതിനാൽ പരസ്യരീതികളും ഉള്ളടക്ക തന്ത്രങ്ങളും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും ബിസിനസ് മാതൃകകളും എല്ലാം പുനർചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. മാറ്റം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ചോദ്യം ഇൻ്റർനെറ്റ് മാറുന്നുണ്ടോ എന്നല്ല. ചോദ്യം ഇതാണ്: ഇൻ്റർനെറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരും സ്ഥാപനങ്ങളും ബിസിനസ്സുകളും ഈ മാറ്റത്തിനൊത്ത് മാറാൻ വേണ്ടത്ര വേഗതയിൽ തയ്യാറാകുന്നുണ്ടോ എന്നതാണ്.